ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്രാഫ്റ്റ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 3 എക്സ്പെരിമെന്റ്സ് ആണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 3 എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പോൾ പറഞ്ഞ വൈബിന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ചെമ്പരത്തി ലിറ്റ്മസ് പേപ്പർ എക്സ്പെരിമെന്റ്. അതിനായിട്ട് നമ്മുടെ ചെമ്പരത്തിയുടെ ഇതെല്ലാം എടുത്ത് നമ്മുടെ പേപ്പറിലൊന്ന് വരയ്ക്കുക. സാധാരണ ഒരു പേപ്പർ എടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫുള്ള് വരച്ചെടുക്കണം. ആ ഏരിയ നമുക്ക് ആവശ്യമുള്ള ഏരിയ മൊത്തം നമ്മളൊന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ചെറുനാരങ്ങയോ ആപ്പിൾ സിഡർ വിനാഗിരിയോ അല്ലെങ്കിൽ ഇരുമ്പും പൊടി ഏതെങ്കിലും അത് അസിഡിക് സബ്സ്റ്റൻസ് എടുത്ത് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച ചെമ്പരത്തിയുടെ തേച്ച് വെച്ചതിനകത്ത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യാം. അതായത് ആ ഒരു ബ്ലൂയിഷ് കളറിൽ നിന്ന് നേരെ റെഡിലോട്ട് മാറുന്നത് കാണും. അതായത് ലിറ്റ്മസ് പേപ്പറിൻ്റെ പോലെ തന്നെയാണ് ഹിബിസ്കസ് ആയി മാറുന്നതാണ്. അതായത് നമ്മുടെ ചെമ്പരത്തി ഡയറക്റ്റ് ചെയ്യുന്നത്. അത് നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഈ ഹിബിസ്കസ്. ടെർമറിക് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. അതേപോലെ ഈ ഹിബിസ്കസ് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. വേറെ ഒന്നാണ് റെഡ് ക്യാബേജ്. മൂന്നാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് സെക്കൻഡ് എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. സെക്കൻഡ് എക്സ്പീരിയൻസ് നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാം. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഫ്ലോട്ടിംഗ് എഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നിറയ്ക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു 2-2.5 ദിവസം ഉപ്പ് ആഡ് ചെയ്യാം. 2-2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഫുൾ ഡിസോൾവ് ആവുന്നിടം വരെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ചേ നടക്കത്തുള്ളൂ. നല്ലപോലെ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മണ്ടയ്ക്ക് കിടക്കും. നല്ലപോലെ ഉപ്പ് ആഡ് ചെയ്യണം. അതായത് 4 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുകയും ചെയ്യണം. ഒട്ടും ഡിസോൾവ് ആവാത്ത ഉപ്പൊന്നും കാണരുത്. അങ്ങനെ നമ്മൾ ഫുൾ സാൾട്ട് ഡിസോൾവ് ചെയ്തെടുക്കണം. അതിന് ശേഷം ആദ്യം നമുക്ക് 2 മുട്ട എടുക്കണം. 2 മുട്ട ഇതേപോലെ 2 മുട്ട എടുക്കണം. അതിനകത്ത് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഉപ്പിടാത്ത വെള്ളത്തിലോട്ട് ഇടുമ്പോൾ തറയിൽ പോകുന്ന കാണാം. അതായത് മുങ്ങിപ്പോവും. ഇനി ഉപ്പിട്ട വെള്ളത്തിലോട്ട് ഇടുകയാണെങ്കിൽ അത് നോക്കിയോ ഇതുണ്ടാകും, മണ്ടയ്ക്ക് കിടക്കും, താപ്പോട്ട് പോകത്തില്ല. കാരണം ഇതൊരു ഡെൻസിറ്റി കാരണമാണ് ഇതുണ്ടാകുന്നത്. നമ്മൾ ഈ ചാവക്കടലെന്ന് പറയത്തില്ലേ, ചാവക്കടൽ നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കടലിൽ കിടന്നുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കാനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈ ഡെൻസിറ്റിയുടെ ബേസിലാണ് ഇത് നടക്കുന്നത്. ഡെൻസിറ്റി ഉപ്പാടിയതിനനുസരിച്ച് ഡെൻസിറ്റി കൂടുകയാണ്. അപ്പം ഫ്ലോട്ട് ചെയ്യും സാധനങ്ങൾ വെള്ളത്തിനോട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ലെമൺ വേഴ്സസ് ബേക്കിംഗ് സോഡ എക്സ്പെരിമെൻറ്റ്. അതിനായിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, അതായത് ആ ലെമൺ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആദ്യം, അതിൻ്റെ തന്നെ ലെമണാണ് എടുക്കുന്നത്. ലെമൺ സ്ക്യൂസ് ചെയ്തെടുക്കണം. സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ നീര് ഏറെക്കുറെ അതിനകത്തേക്ക് ഒഴിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടി, അതായത് നമ്മുടെ റിയാക്ഷൻ കാണുമ്പോൾ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതായത് ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും റിയാക്ഷൻ നമ്മൾ നടത്തുന്നത്. അങ്ങനെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യുക, ഷേക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മെയിൻ താരമായ ബേക്കിംഗ് സോഡ, അതായത് നമ്മൾ ഈ റിയാക്ഷൻ്റെ പേര് തന്നെ അതായിരുന്നു ലെമൺ വേഴ്സസ് ബേക്കിംഗ് സോഡ. നമ്മുടെ ബേക്കിംഗ് സോഡ ഇടാൻ പോവാണ്. നോക്കിക്കോ, റിയാക്ഷൻ നടക്കും. പച്ചമാരെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് പതഞ്ഞു വന്നിരിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ പതഞ്ഞൊഴുകും. ഈ റിയാക്ഷന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലെമണും ബേക്കിംഗ് സോഡയും കൂടെ റിയാക്ട് ചെയ്തിട്ട് അത് ഈ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് ഈ പതഞ്ഞു പൊങ്ങി വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. വെറും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ 3 എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അവസാനത്തെ എക്സ്പീരിയൻ്റ് ഒക്കെ പൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ നല്ല നല്ല കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പല വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ല വീഡിയോ കാണാം എന്ന പ്രതീക്ഷയിൽ ഇസ്മി മാഹി സൈനിങ്